മറവി അത് പലപ്പോഴും ഒരു അനുഗ്രഹമാണല്ലേ. പല കാര്യത്തിലും മറവിയെ നമ്മൾ കുറ്റം പറയുമെങ്കിലും, മറന്നുപോയതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമെങ്കിലും മറവി ഒരു അനുഗ്രഹമാണ്. ആ വേർപാടിൻ്റെ വേദന, ആ നഷ്ടം, ആ സങ്കടകരമായ അവസ്ഥ, ചിലരൊക്കെ ഒറ്റപ്പെടുത്തിയതും അന്ന് പറഞ്ഞ ചില വാക്കുകളും അവരുടെ മുഖഭാവവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോയത് കൊണ്ടാണ് ഇതുവരെയെങ്കിലും എത്താൻ പറ്റിയത്. അപ്പോൾ മറവി ഒരു അനുഗ്രഹമാണ്. എന്നാൽ ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഒരു ഭക്തനെ സംബന്ധിച്ച് മറവി അത്ര ഒരു അനുഗ്രഹമാണോ? നോക്കൂ, അന്ന് ആ വിഷയത്തിനൊരു പരിഹാരം അതെത്രമാത്രം നിങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു അല്ലേ? അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഓർത്തെടുക്കുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു ജോലി, അങ്ങനെ ഒരു കുടുംബം, നിങ്ങൾ ആഗ്രഹിച്ച ആ കുടുംബം, ഭർത്താവുമൊത്തുള്ള, സഹോദരി നീ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം, ഭാര്യയുമൊത്തുള്ള, മക്കൾ ഒരുമിച്ചുള്ള അങ്ങനെ ഒരു വീട്, അങ്ങനെ ഒരു ബിസിനസ്, അങ്ങനെ ആരോഗ്യത്തോടെ പല കാര്യങ്ങൾ ചുറുചുറുക്കോടെ ചെയ്യുവാൻ കഴിയുന്ന അനുഭവം, വാഹനം, വസ്തുവകകൾ, ചില പേരുകൾ അല്ലേ, ഇങ്ങനെ പലതും നമുക്ക് അത്ര അത്യാവശ്യമായിരുന്നു. അതില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് കരുതിയതാണ്. പക്ഷേ ഈ മറവി അതൊരു അനുഗ്രഹമായി തീർന്നു. കുറേ കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കിട്ടിയ മറ്റു പലതും കൊണ്ട് ആ വലിയ കാര്യത്തെ നമ്മളങ്ങ് വേണ്ടെന്ന് വെച്ചു. പോട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കാം, അല്ലെങ്കിൽ ആ ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, വരുമാനം ഉണ്ടല്ലോ, ആ പോസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു കുടുംബജീവിതം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കുടുംബം ഉണ്ടല്ലോ, മക്കളുണ്ടല്ലോ, അങ്ങനെ ഒരു വീട് കിട്ടിയില്ലെങ്കിലും വീടുണ്ടേ, ഒരു ചെറുതായാലും ഒരു വാഹനമുണ്ടേ അല്ലേ. ഇങ്ങനെ മറവിയുടെ അതെ ആ കുഴിക്കകത്തിട്ട് മറ്റു പലതുകൊണ്ടും ഇപ്പോൾ ചെറിയ ഓർമ്മ വരുന്നുണ്ട് ഒരു നൊമ്പരത്തോടു കൂടെ. അപ്പോൾ നമ്മൾ മറന്നു പല കാര്യങ്ങളും, അല്ലെങ്കിൽ വേറെ പലതും കൊണ്ട് അതിനെ അങ്ങ് മൂടിക്കളഞ്ഞു. കഴിഞ്ഞ രാത്രിയിലെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 23-ാമത്തെ രാത്രി ദിവസനിയിൽ പ്രാർത്ഥിച്ചായിരുന്നിട്ട് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആമേൻ. ഉപവാസത്തിൻ്റെ ഉറക്കമില്ലായ്മയല്ല, പ്രാർത്ഥിക്കുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും നിർബന്ധിക്കുക. അങ്ങനെ ദൈവസന്നിധിയിൽ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ച് വിജി ഉറങ്ങുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നുണ്ട്, പപ്പയുണ്ട്. അവർക്ക് ഡിസ്റ്റർബൻസ് ആകണ്ട എന്ന് കരുതി ഈ സ്റ്റുഡിയോയ്ക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒത്തിരി നേരം പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 24-ാമത്തെ ദിവസം നിങ്ങളോട് അറിയിക്കുന്ന ആ ദൂത്, ആ പ്രവചന ശബ്ദം മറ്റു പലതും കിട്ടിയപ്പോൾ വേണ്ടെന്ന് വെച്ച നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സമയത്തെ ഏറ്റവും വിലയേറിയതായി നിങ്ങൾ കണ്ട ആ വിഷയങ്ങൾക്ക് യേശു ഈ ദിവസങ്ങളിൽ പരിഹാരം തരുവാൻ പോവുകയാണ്. ആമേൻ. നിൻ്റെ ഒരുപാട് രാത്രികളിലെ ഉറക്കം കളഞ്ഞ, നിന്നെ ഒരുപാട് കൊതിപ്പിച്ച, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയതെന്ന് നീ കരുതിയ, എന്നാൽ ഇന്ന് നീ ഓർക്കാതെ ഇരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഈ ആഴ്ച എൻ്റെ യേശു പരിഹാരം വരുത്തുക. റാത്തലമാഴകനെ എത്ര പേർക്ക് വിശ്വാസത്തോടെ ഒരു ആമേൻ പറയുവാൻ കഴിയും? അതെ, ആ വിട്ടുകളഞ്ഞ അത് തന്നെ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ്റെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ആ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വാക്യത്തിനൊപ്പം തന്നെ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ. അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു. നോക്കൂ, ആരാണ് ഈ അവൻ? എലീഷ എന്ന പ്രവാചകനാണ്. പ്രവാചകൻ ശൂനേംകാരത്തിയായ ഒരു സ്ത്രീയുടെ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. വിശ്രമം ദീർഘനാളുകൾ തുടർന്നു. ആ മനുഷ്യൻ യാത്ര ചെയ്യുന്ന വഴിമധ്യേ തനിക്ക് വിശ്രമത്തിനായി ശൂനേംകാരത്തി ആവശ്യപ്പെടലുകളില്ലാതെ ഒരു മാളികമുറി ഒരുക്കി, അവിടെ ഒരു കിടക്ക ഒരുക്കി, അവിടെ ഒരു നിലവിളക്ക് ഒരുക്കി അവനെ ശുശ്രൂഷിച്ചു. ദീർഘനാളുകൾ ആ ഭവനത്തിൽ പാർക്കുമ്പോൾ ആ ദൈവമനുഷ്യന് ഒരാഗ്രഹമുണ്ടായി. എന്താണ് ഭക്തനായ തന്നെ കരുതി, അല്ലെങ്കിൽ തനിക്ക് കരുതി ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഇവൾ എന്താണ് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കണമോ, മന്ത്രിമാരോട് സംസാരിക്കണമോ? നിൻ്റെ ആവശ്യം എന്താണ്? നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നതും ദൈവപുരുഷനായ എന്നെ സേവിച്ചതും എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തതും ദൈവം നീതിയായി കണക്കിടും. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അപ്പോൾ അവിടെ നിന്ന് തിരികെ വരുന്ന ഒരു മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. അവൾക്ക്
ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും, അല്ലെങ്കിൽ രാജാവിനോട് പറഞ്ഞു കിട്ടേണ്ട കാര്യങ്ങളോ മന്ത്രിമാരോട് പറഞ്ഞു കിട്ടേണ്ട കാര്യങ്ങളോ മറ്റധികാരികളോട് പറഞ്ഞു കിട്ടേണ്ട കാര്യങ്ങളോ മറ്റൊന്നും അവൾക്കൊരാവശ്യമായിട്ടില്ല. അങ്ങനെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദീർഘനാളുകളായി ഈ മനുഷ്യൻ ഈ ഭവനത്തിനകത്ത് വിശ്രമിക്കുന്നതാണ്. ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞേനെ, അങ്ങനെയല്ലേ നമ്മൾ ആദ്യമേ തന്നെ പറയും. ഈ സ്ത്രീക്ക് അങ്ങനെ ഒരു വിഷയമില്ല, നല്ലൊരു മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന സ്ത്രീ എന്ന് നിങ്ങൾ കരുതും. എന്നാൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയിടത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചപ്പോൾ, ആരോട്? ഗേഹസി എന്ന് പറയുന്ന തൻ്റെ ശിഷ്യനോട് ചോദിക്കുകയാണ്, ഇവൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ? അവൾക്ക് മകനില്ലല്ലോ. ഗേഹസി പറയുകയാണ്, അവളുടെ ഭർത്താവ് വൃദ്ധനുമാണ്, അവൾക്ക് മകനില്ല. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാനായി തുടങ്ങി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു തലമുറ ഉണ്ടാകുക, അവൻ്റെ കുടുംബം നിലനിൽക്കുക, വർദ്ധിക്കുക, അതൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ഇനിയത്തെ ആണ്ടിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നീ അനുഭവിക്കുവാൻ പോകുക. മാതാവേ, പ്രാർത്ഥിക്ക്. ഉദരഫലമില്ലാതെ ഭാരപ്പെടുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. കർത്താവ് അത് ചെയ്യുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ ആ തലമാ ഷേഖനെ, പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നീ ദൈവസന്നിധിയിലായിരിക്കുന്നു അല്ലേ? മറുപടിയുണ്ട്. ഓ ഷമാ റീഥേലെ ഷേഖനെ. അപ്പം നോക്കൂ, അപ്പോൾ ഒരു കുഞ്ഞ് ഏറ്റവും വലിയ ആവശ്യമാണ്. പക്ഷേ ഇവിടെ ആ സ്ത്രീ ദൈവപുരുഷനെ കണ്ട സമയത്തോ തുടർന്ന് ദൈവപുരുഷൻ ആ ഭവനത്തിൽ വിശ്രമിച്ച് യാത്ര പറഞ്ഞു പോകുമ്പോഴോ എനിക്കൊരു തലമുറ വേണമെന്ന് ആ സ്ത്രീ പറയുന്നില്ല. കാരണം ഞാൻ പറയില്ലേ, മറവി. ആ മറവിയിലേക്ക് നയിച്ച കാരണം ഒന്ന് സാഹചര്യങ്ങളാണ്. തൻ്റെ ഭർത്താവ് വൃദ്ധനാണ്, അതുകൊണ്ട് ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആമേൻ. അപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്ന നാളിൽ ഏത് സ്ത്രീയെപ്പോലെ ഇവൾക്കും ആഗ്രഹമുണ്ട്, ശൂന്യങ്കാരത്തിക്കും ആഗ്രഹമുണ്ട്, തൻ്റെ ഉദരത്തിൽ ജനിക്കുന്ന തലമുറയെ കരങ്ങളിലെടുക്കണം, അവനെ ഊട്ടി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കാലപ്പോക്കിൽ സാഹചര്യം മാറിയപ്പോൾ ആ മോഹം അവളങ്ങ് ഉപേക്ഷിച്ചു. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, മോഹം, അങ്ങനെ ഒരു ജോലി, ആ വരുമാനമുള്ള ജോലി, ആ പേരുള്ള ജോലി, ആ രാജ്യത്ത്. യെസ്, കേൾക്ക്. റെഡിയാണോ ആ രാജ്യത്തേക്ക് പോകുവാൻ? യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഈ പ്രാർത്ഥനയും ഉപവാസവും എന്തിനെന്ന് ചോദിച്ചാൽ, ഉപവാസ പ്രാർത്ഥന 24-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിന്റെ ഇന്നലത്തെ സ്വപ്നത്തിലേക്ക് നീ വണ്ടി കയറുവാൻ പോവുക. യെസ്, റെഡി ആയിക്കോ. അമേൻ, സ്തോത്രം. ഓ ഷബാറി തലവാ ഷേഖനെ. അന്ന് ഒരുപാട് കൊതിച്ചത്. പക്ഷേ ഇന്ന് സാഹചര്യം, ഇവിടെ ഭർത്താവ് വൃദ്ധനായി. അപ്പോൾ സാധ്യതകളില്ലാത്തത് കൊണ്ട് നിൻ്റെ പ്രായം നോക്കണ്ട, നിൻ്റെ അവസ്ഥ നോക്കണ്ട, ഇന്നായിരിക്കുന്നിടം അത് നീ ചിന്തിക്കണ്ട. ആ വഴി അടഞ്ഞത് നിൻ്റെ പഴയ സ്വപ്നത്തിലേക്ക് വണ്ടി കയറാൻ വേണ്ടിയാണ്. റെഡിയാണോ? ഓ ഷമറാധോലിയ ഷമന റഥരെ ശന്താർഗന. അവിടെ ആ തൊഴിലിടത്തിൽ പ്രശ്നമുണ്ടായത് നിൻ്റെ പഴയ സ്വപ്നത്തിലേക്ക്, ഒരു കാലത്ത് നീ ഏറ്റവും വലുതെന്ന് കണ്ട ആ സ്വപ്നത്തിലേക്ക് വണ്ടി കയറുവാൻ വേണ്ടിയാണ്. ആ സമയമായിരിക്കുന്നു. ഇനിയത്തെ ആണ്ടിൽ നീ വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ആണ്ടിൽ ചില പുതിയ മുളകൾ പൊട്ടിപ്പുറപ്പെടും. ഇനിയത്തെ ആണ്ടിൽ നിന്റെ ദീർഘനാളത്തെ ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി ചില പുതിയ മുളകൾ പൊട്ടിമുളയ്ക്കും. വരുമാനമുള്ള തൊഴിലുണ്ടാകും. ആ ഭവനം പണിയുവാൻ, വസ്തു വാങ്ങുവാൻ, മക്കളുടെ വിവാഹം നടത്തുവാൻ തക്കവണ്ണമുള്ള വഴികൾ. യെസ്, അമേൻ. ഷമന റാധൂറിയ. അതേ സഹോദരി, അമേൻ. അതൊരു സ്വപ്നമായിരുന്നു. പക്ഷെ ഇന്ന് ആ സ്വപ്നത്തിൽ പിള്ളേരുമായി ഇങ്ങനെ ജീവിച്ചു പോവുക പാസ്റ്ററേ. നോ, നീ വിവാഹം കഴിഞ്ഞ് വന്നു കയറിയ നാളുകൾ നീ എങ്ങനെയാണോ ആ കുടുംബമായിരിക്കണമെന്ന് ആഗ്രഹിച്ചത്, ഇന്ന് നിൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട്, വീട്ടുകാരുടെ സ്വഭാവം കൊണ്ട്, നിൻ്റെ അവസ്ഥ കൊണ്ട് നീ ആ സ്വപ്നങ്ങളൊക്കെ മറന്നുപോയി. കേൾക്ക്, ആ സ്വപ്നത്തെ എൻ്റെ ദൈവം നിനക്ക് തിരിച്ചു തരുവാൻ പോവുകയാണ്. നിൻ്റെ കുടുംബത്തെ ആ വിധത്തിൽ, അതേ ഒരിക്കലും നടക്കത്തില്ല, ഒരിക്കലും പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന ആ സ്ഥാനത്ത് നിൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടുവാൻ പോകുക. സഹോദരി, നിൻ്റെ ഭാര്യ, സഹോദര, നിൻ്റെ ഭാര്യ മാനസാന്തരപ്പെടുവാൻ പോകുക. നിൻ്റെ തലമുറകൾ മാനസാന്തരപ്പെടുവാൻ പോകുക. ഒരുമിച്ച് ഷബലറധോരിയ. ആ ഭവനമെന്ന വാഗ്ദത്തം, സ്വന്തം ഭവനമെന്ന വാടക വീട് കയറി ഇറങ്ങുന്ന നിരാശയ്ക്ക് സഹോദരി എൻ്റെ യേശു അറുതി വരുത്തുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. അമേൻ. യേശുവിനാമത്തെ
അമ്മേ, ആ വാടക വീട് അന്വേഷിച്ച് നീ അലയണ്ട. സ്വന്തം ഭവനമെന്ന വാക്തത്വത്തിലേക്ക്, അമ്മേൻ, ആ സ്വന്തം ബിസിനസ് എന്ന വാക്തത്വത്തിലേക്ക്. സ്തോത്രം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദ മുഖാന്തരം അതങ്ങ് വിട്ടുകളഞ്ഞു അല്ലേ? പക്ഷേ ഈ ദിവസങ്ങൾ അത് വീണ്ടും പലരോടും പറയാൻ മടിയാ. പറഞ്ഞാൽ ചോദിക്കും, കുഴപ്പമില്ല, നിനക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇനി എന്തിനാ അടുത്ത കുരിശെടുത്ത് തലയിൽ വയ്ക്കുന്നേ അല്ലേ? നോ, കേൾക്ക്. ഓ ഷബാറി ധലമാഷേഖനെ, ആ സ്വപ്നത്തിലേക്ക് എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുവരുവാൻ പോകുക. നീ മറന്നു കളഞ്ഞ സാഹചര്യങ്ങൾ മൂലം വിട്ടുകളഞ്ഞ ആ സ്വപ്നത്തിലേക്ക്. ഇവളിവിടെ സാഹചര്യം മുഖാന്തരം അതങ്ങ് വിട്ടുകളഞ്ഞു. ബാക്കിയൊക്കെ ഉണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ പലതും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നോ, നീ നിൻ്റെ മക്കളിൽ കണ്ട സ്വപ്നം, ഓ ഷബാറി ധലമാഷേഖൻ, ശുശ്രൂഷക സഹോദരൻ, നീ കർത്താവിൻ്റെ വേലയ്ക്കായി കണ്ട സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളുടെ നിവർത്തീകരണം വേദികളായി ഒരുങ്ങപ്പെടുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഓ റീഥലമാഷേഖനെ, നിൻ്റെ പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള നിൻ്റെ നിലവിളിയും എൻ്റെ സ്വർഗം കേട്ടിട്ടുണ്ട്. ഓ റീഥബാഷേഖനെ, അമ്മേൻ അമ്മേൻ, സ്തോത്ര. ഇനി ഇങ്ങനെ പറ്റത്തുള്ളൂ. ഈ അവസ്ഥ തുടരും, ഇതേ രോഗം, ഇതേ അവസ്ഥ എന്നും ഇങ്ങനെ. നോ, കർത്താവ് നിന്നെ സൗഖ്യമാക്കിയ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. ഇനിയും അവർക്ക് മുമ്പിൽ തലകുനിച്ചും കൈനീട്ടി നിൽക്കുവാൻ കടക്കാരനായി, നോ, കൊടുക്കുന്ന നിലവാരത്തിലേക്ക്. നിൻ്റെ ആ പഴയ സ്വപ്നമുണ്ടല്ലോ, ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും, നീ ഇന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട് പലപ്പോഴും. അവർ നിന്നെ അങ്ങനെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, നോ, അവർ സഹായിക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ നീയാണ് സഹായിക്കുവാനുള്ളത്. യാസ്, നീ കണ്ട ആ പഴയ സ്വപ്നം, നിൻ്റെ ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും പ്രിയപ്പെട്ടവർക്കും വാരിക്കൊടുക്കുന്ന ആ സ്വപ്നം, അത് നിറവേറുവാൻ പോവുക. ഓ ഷബാറി ധലമാഷേഖനെ, മേൻ, റെഡിയാണോ ആ സ്വപ്നത്തെ നിറവേറ്റുവാൻ? ആ ശൂന്യക്കാരത്തി സ്വപ്നമൊക്കെ മറന്നു, പക്ഷേ ദൈവസന്നിധിയിലായിരിക്കുന്ന കാര്യത്തിൽ അവൾ വിശ്വസ്തത കാണിച്ചു. പ്രൈസർ ഫാമിലിക്കൊപ്പം ദൈവസന്നിധിയിലായിരിക്കുവാൻ റെഡിയാണോ? നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി, അതേ മറന്നുപോയ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിനായി ഒരു ഉപവാസം ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടോ? എങ്ങനെയെന്നോ? ഞങ്ങൾക്കവിടെ വരാൻ പറ്റത്തില്ലെന്നോ? നോ, നിങ്ങൾ ലോകത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രാപിക്കുവാനും അവസരമുണ്ട്. കോൺടാക്ട് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന വചന ശുശ്രൂഷയുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലൈവാണ്. ജോയിൻ ചെയ്തോ. വൈകുന്നേരം 7:30-നും 8:30-നും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട്. ഓരോ ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. മറക്കണ്ട. വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം മറക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ കടന്നു വന്നോ. പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിലേക്ക് സ്വാഗതം. വളരെ ബ്ലെസ്സിംഗ് ആയിരിക്കും. ലൈവുമുണ്ട്. വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റമ്പള്ളി കഴിഞ്ഞ് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് ഒരു 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവസരമുണ്ട് പ്രാപിക്കുവാനും. കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വന്നോ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഉപവാസ പ്രാർത്ഥന 24ാമത്തെ ദിവസം ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. റാത്താലമാഷേഖനെ, കഴിഞ്ഞ രാത്രി അങ്ങ് അറിയിച്ചത് ഈ സമയം ഇവരോട് അടിയൻ അങ്ങ് അറിയിച്ചു. അത് നിവർത്തീകരണം ഉണ്ടാകട്ടെ. ആ നഷ്ട സ്വപ്നങ്ങൾ പുറത്തു വരട്ടെ. ഓ ഷബാറി ധലമാഷേഖനെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വിട്ടുകളഞ്ഞത് മറന്നു കളഞ്ഞത് ഇവർ പ്രാപിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെയും വാഗ്ദാന നിവർത്തിയുടെ ദിവസമായി തീരട്ടെ. യേശുവേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ. അതങ്ങനെ സംഭവിക്കട്ടെ. ഇവരിലെ രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാകണം. എല്ലാ രോഗങ്ങളും രോഗബന്ധനങ്ങളും അഴിയട്ടെ. രോഗാത്മാക്കൾ വിട്ടുപോകട്ടെ. സ്വർഗീയ സമാധാനമുണ്ടാകട്ടെ. പുറത്തു വരത്തില്ല എന്ന് ലോകവും വൈദ്യന്മാരും ഡോക്ടർമാരും ഒരുപോലെ പറഞ്ഞ അവസ്ഥകളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. എല്ലാ ജനിതക രോഗങ്ങളും മാറിപ്പോകട്ടെ. ജന്മനാടുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല ജോലികൾ നൽകണമേ അപ്പ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. വിദേശത്ത് പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, കുടുംബമായി പല രാജ്യങ്ങളിലും എത്തിയിട്ടും ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർ, കുടുംബജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. വിസകൾ വരട്ടെ. പുതിയ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ജോലികളെ നൽകണമേ അപ്പ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നടപടികൾ നിന്നു പോകട്ടെ. കൊടുക്കുന്നവരായവർ മാറട്ടെ. വായ്പ വാങ്ങുന്ന അനുഭവങ്ങൾ കരുതി വരട്ടെ. ഓ, ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള കുടുംബജീവിതങ്ങൾ മക്കൾക്ക് ഒരുങ്ങട്ടെ. നല്ല ഭാവികൾ, ഉദരഫലങ്ങൾ ജനിക്കട്ടെ.
ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. സ്വദേശത്തും വിദേശത്തും ചെയ്ത ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇതിവിടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ 24ാമത്തെ ദിവസം ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. ദിനം പ്രതി വചനത്തിലൂടെ നമുക്ക് വളരാം. പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ പ്രാപിക്കാം. അപ്പോൾ നാളെ ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.